കാസർഗോഡ് ചെറുവത്തൂരിൽ ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ കണ്ടെത്തി. മട്ടലായി ശിവക്ഷേത്രത്തിന് സമീപത്താണ് 50 മീറ്ററിൽ അധികം നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത്. സ്ഥലത്ത് റോഡ് അമർന്ന നിലയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിലാണ് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ വിള്ളൽ രൂപപ്പെട്ടത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇത് ഇടിഞ്ഞു താഴ്ന്ന നിലയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 50 മീറ്ററോളം നീളമുണ്ട് എന്നുള്ളതും എപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്? എന്താണ് അധികൃതർ പറയുന്നത്? മാധു, ദേശീയപാതയിൽ ചെറുവത്തൂർ മട്ടലായിലാണ് വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത്. 50 മീറ്ററിലധികം വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ അവിടെ ശക്തമായ മഴ പെയ്തിരുന്നു. ഈ മഴയെ തുടർന്നാണ് വിള്ളൽ ഉണ്ടായതെന്നാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്നത്. ഇത് ഈ ദേശീയപാതയെ നവീകരണത്തിന്റെ ഭാഗമായി മണ്ണിട്ടുയർത്തി ടാറ് ചെയ്ത ഭാഗമാണ്. ഇതിലൂടെ വാഹനങ്ങൾ നിലവിൽ കടന്നു പോകുന്നതാണ്. അവിടെയാണ് ഇപ്പോൾ ഈ 50 മീറ്ററിലധികം വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത്. യാത്രക്കാരും നാട്ടുകാരെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. വിള്ളൽ രൂപപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ പാത അമർന്ന നിലയിലാണ്, താഴോട്ട് ഇടിഞ്ഞു വീഴുന്ന നിലയിലാണ് നിലവിൽ എന്തായാലും ഉള്ളത്. ഈ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ ഈ ദേശീയപാത നിർമ്മാണം നടത്തുന്നവർ അവിടെ ഈ ടാറ് പൊളിച്ച് ഇപ്പോൾ ഇത് പുനർനിർമ്മാണം നടത്തുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ കണ്ടതാണ്, വിവിധ ഇടങ്ങളിൽ ഈ രീതിയിൽ വിള്ളൽ രൂപപ്പെടുകയും ആ ദേശീയപാത ഇടിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിട്ടുയർത്തിയ ഭാഗം ഇനിയിപ്പോൾ ഇന്നലെ ഒരു മഴ മാത്രമാണ് പെയ്തത്. ഇനിയിപ്പോൾ മഴക്കാലം തന്നെ വരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ശക്തമായ മഴ പെയ്യുമ്പോൾ പൂർണ്ണമായും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇത് മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ ഭാഗത്ത്, അതായത് ഈ റീച്ചിൽ നിർമ്മാണം നടത്തുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. മട്ടലായി ശിവക്ഷേത്രത്തിന് സമീപത്താണ് ഇപ്പോൾ ഈ ദേശീയപാത നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ ഭാഗം താഴേക്ക് അമർന്നിരിക്കുന്നത്. ഏതാണ്ട് 50 മീറ്റർ നീളത്തിൽ വിള്ളൽ കൂടി രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഓർമ്മയുണ്ടാകും, ഒരു സമയം കഴിഞ്ഞ മഴക്കാലത്ത് ദേശീയപാതയുടെ കാസർഗോഡ് മുതൽ ഉള്ള ഭാഗങ്ങളിൽ പലയിടങ്ങളിൽ വലിയ വിള്ളലുകൾ രൂപപ്പെടുകയും അപകടാവസ്ഥ ഉണ്ടാവുകയും വലിയ വാർത്തയും വിവാദവും ഒക്കെ അതിനുശേഷം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കാസർഗോഡ് തന്നെ വീണ്ടും അത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്.